എനിക്കറിയാം സിദ്ധു, ഞാനിങ്ങനെ പൊസസീവ് ആവാൻ പാടില്ലായിരുന്നു. സത്യത്തിൽ ഇങ്ങനെ ഒരു പെണ്ണെ ആയിരുന്നില്ല ഞാൻ. സിദ്ധുനറിയാലോ. ഒരാളെ കൊന്നിട്ടാ വന്നെന്ന് പറഞ്ഞപ്പോഴും ആ സിറ്റുവേഷൻ മനസ്സിലാക്കി എന്റെ മുറിയിൽ സിദ്ധുവിനെ ഒളിപ്പിക്കാൻ ധൈര്യം കാണിച്ചതാ ഞാൻ. ആപത്ത സമയത്ത് ആർക്ക് വേണ്ടി ഓടിയെത്തുന്ന മനസ്സായിരുന്നു എന്റെ. കല്യാണം കഴിഞ്ഞപ്പോ വല്ലാതെ ഭർത്താവിലേക്ക് ഒതുങ്ങിപ്പോയി ഞാൻ. സോറി, എക്സ്ട്രീംലി സോറി. സാരമില്ലടാ, ഒരു വലിയ വഴക്കുണ്ടാവേണ്ട കാര്യങ്ങളല്ലേ നമ്മളിപ്പോ സ്നേഹത്തോടെ പറഞ്ഞു തീർത്തത്. ഇത്രയേ ഉള്ളൂ, ഇത്രക്കേ ഉള്ളൂ ജീവിതം. സിദ്ധു, വഴക്കായോ മാനസികമായിട്ട്? ഏയ്, വഴക്കിന്റെ സാഹചര്യങ്ങൾ കഴിയുന്നത് ഒഴിവാക്കാറാ ഞാൻ. പാവം, അവൾക്ക് വിഷമമുണ്ട്, എന്നോടെല്ലാം പറഞ്ഞു. വിഷമമുണ്ടെന്ന് വെച്ച് ന്യായീകരിക്കാവുന്ന ഒരു തെറ്റല്ല അവള് ചെയ്തത്. ഒരുപക്ഷെ അംബിക വിളിച്ച് പറയുമ്പോൾ തന്നെ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ എനിക്ക് ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നെങ്കിലോ. അതൊക്കെ ശരിയാ, അവളെ ന്യായീകരിച്ചതല്ല ഞാൻ. പക്ഷേ ക്ഷമിക്കാവുന്ന കാര്യമാ. കാരണം സ്നേഹ കൂടുതൽ കൊണ്ട് മറച്ചു വെച്ചതാ. ഏത് പെണ്ണാ ഭർത്താവിന്റെ കൂടെ ഒന്ന് പുറത്തു പോകണമെന്ന് ആഗ്രഹിക്കാത്ത? പാർക്കിലോ ബീച്ചിലോ കുറച്ചു നേരം, അല്ലെങ്കിൽ ഒരു സിനിമ. ഭാര്യയെ വേറെ ആരെ കൊണ്ടുപോകാനുള്ളത്? എനിക്കറിയാം, ഞാനത് മനസ്സിലാക്കുന്നുണ്ട്. അത് വ്യക്തിത്വം. ഒരിക്കലും ഭാര്യയുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കില്ല എന്ന് വാശി പിടിക്കുന്ന ഭർത്താക്കന്മാരും ഉണ്ട്. അത് സിദ്ധാർത്ഥൻ അറിയാമോ? ഞാൻ പോയിട്ട് വരാം. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് എന്നെ നാണം കെടുത്തി സംസാരിച്ചതുകൊണ്ട് ഇനി അങ്ങനെ പറയില്ലേ എന്ന് പറഞ്ഞ് ഞാൻ നിന്റെ കാലോടിക്കൊന്ന് വിചാരിക്കുന്നുണ്ടോ? ഇല്ല, ഹരിയുടെ ദുരഭിമാനം അതിന് സമ്മതിക്കില്ല. ദുരഭിമാനമല്ല, നല്ല അച്ഛന് പിറന്നതിന്റെ അഭിമാനം. ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ നല്ല അച്ഛൻ ഉണ്ടായതല്ലെന്നല്ലേ? സത്യത്തിൽ ഹരി ഇപ്പൊ എന്റെ അച്ഛനെ വിളിക്കല്ലേ ചെയ്തത്? ഞാൻ എന്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. നിനക്കത് ഉള്ളിൽ തട്ടേണ്ട കാര്യമില്ല. ഹരി, ഇതെന്താ ഇങ്ങനെ? ഒരു ദിവസമെങ്കിലും നമ്മൾ വഴക്കൂടാതെ ഇരുന്നിട്ടുണ്ടോ? ഒരു സമാധാനവും കിട്ടുന്നില്ല. അതെന്താ കാരണം? ഞാൻ പറഞ്ഞില്ലേ? പറയണ്ട. സമാന്തര രേഖകളാണെന്ന് പറയാനാണെങ്കിൽ വേണ്ട. അത് കേട്ട് കേട്ട് എന്റെ തല പെരുത്തു. പുതിയതെന്തെങ്കിലും പറ. നമ്മൾ തമ്മിൽ മനപ്പൊരുത്തം ഇല്ലെന്ന് പറയാൻ ഇതിലും നല്ല ഉദാഹരണം വേറെയില്ല. മനപ്പൊരുത്തം ഉണ്ടാക്കിയെടുക്കുന്നതാ. അതിന് ശ്രമിക്കാതിരുന്നാൽ എന്ത് ചെയ്യും? ശ്രമിച്ചില്ല എന്ന് ഗൗരിക്ക് പറയാമോ? എത്ര വട്ടം നമ്മൾ കോംപ്രമൈസ് ആയിട്ടുണ്ട്. ഇനി പിണങ്ങാതെ ജീവിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. തീരുമാനം എടുത്താൽ അതിന് 24 മണിക്കൂറിന്റെ ആയുസ് പോലും ഉണ്ടാകാറില്ല. നിന്റെ ശാഠ്യങ്ങള്, പൊങ്ങച്ചങ്ങള്, പിന്നെ ഭർത്താവിനെ സംശയിച്ചുകൊണ്ട് ഓഫീസിലേക്കുള്ള വിളി, ഇതൊക്കെ ഒന്ന് കുറച്ചു നോക്ക്, ശരിയാവും. ഞാൻ മാത്രമാണോ ഹരി കുറ്റക്കാരി? ഹരിയുടെ അഹങ്കാരം, ആധിപത്യം, ഭാര്യയെ അടിമയാക്കാനുള്ള അതിനെന്താ പറയാ? ഉത്സാഹം. അല്ലെങ്കിൽ അതല്ല, ഒരുതരം സാഡിസം. പിന്നെ ഭാര്യയോട് കള്ളം പറഞ്ഞുള്ള പോക്കം വരവും. അതൊക്കെ ഒന്ന് നിർത്തി നോക്ക്. മനപ്പൊരുത്തം താനെ വരും. പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയാത്ത വാക്കുകളാ നിന്റെ മനസ്സിൽ. ശരിയാവില്ല, ഒന്നും ശരിയാവില്ല. അതെ, ഞാൻ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഹരിയോ, ശരിയാവും, എല്ലാം ശരിയാവും. പിന്നെ സമാന്തരമായിട്ട് രേഖ വരയ്ക്കാനുള്ള സ്കെയിലൊന്നും കണ്ടുപിടിച്ചിട്ടില്ല ജീവിതത്തിൽ. ഒരു ഉദ്ദേശം വെച്ചിട്ടുള്ള വരയല്ലേ ദാമ്പത്യം. അതെപ്പോഴെങ്കിലും കൂട്ടിമുട്ടും. ഹരിസ്വാമി, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കണം. മൈനയെ കൊണ്ടുവന്ന് തരാൻ പറ്റിയിരുന്നെങ്കിൽ കൊണ്ടുവന്നേനെ ഞാൻ. സത്യമാണ്, ഷീസ് മിസ്സിംഗ്.
അതിന്റെ പേരിൽ പോലീസ് വരെ ഞങ്ങളെ സംശയിച്ചിരിക്കുക. അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കാര്യം ഏറ്റ നടത്തിയിരിക്കണം എന്ന് പറഞ്ഞ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് നേരത്തെ ആലോചിക്കേണ്ടതായിരുന്നു. ഞങ്ങളിപ്പോ എന്ത് വേണമെന്നാ? മൈനെ കൊണ്ടുവന്ന് തരണം. ഇവിടുന്ന് ഞങ്ങളുടെ കക്ഷത്തിരിക്കണം മൈന. സൂക്ഷിച്ച് സംസാരിക്കണം. ഒന്ന് പോടി. എന്ത്? ഒന്നുമില്ല ഹരിസ്വാമി, ഇതിന്റെ പേരിൽ എന്റെ കുട്ടിയെ ദ്രോഹിക്കരുത്. അവളെ എനിക്ക് തിരിച്ചു തരണം. സോമി ഇനി പറയില്ല, പ്രവർത്തിക്കേ ഉള്ളൂ. പിന്നെ പ്രവർത്തിക്കും. ചെവിക്കല്ലടിച്ച് പൊട്ടിക്കും ഞാൻ. മോനെ കൊച്ചവിട പറഞ്ഞില്ലെങ്കിൽ ഇതിന്റെയൊക്കെ അനുഭവിക്കാൻ പോകുന്നു നിങ്ങൾ. നിർത്തടി, രണ്ടിനെ പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കും ഞാൻ. കൊള്ളാം. പ്രകടനം എവിടെ വരെ എത്തുമെന്ന് നോക്കിയതാ ഞാൻ. ഇവിടെ കാണിക്കുന്ന ഓരോ അഭ്യാസത്തിനും വേദന അനുഭവിക്കുന്നത് വേണുഗോപന്റെ കുട്ടിയായിരിക്കും. കുഞ്ഞിനെ ഉപദ്രവിക്കരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് നേരിട്ട്. അതല്ല എന്റെ ശരി. അല്ല, മൈനെ കിട്ടുന്നത് വരെ കുട്ടി എന്റെ കയ്യിലായിരിക്കും. ഇയാൾ ആ കൊച്ചിനെ കൊണ്ട് നടക്ക്, അല്ലെങ്കിൽ ഇവൻ ഉപേക്ഷിച്ച് കുട്ടിയത്. താൻ അതിനെ കൊണ്ടുപോയി കൊല്ല് വളർത്ത് എന്താ വേണ്ട ചേച്ചി. പക്ഷെ ഒരു കാര്യം, ഇതെല്ലാം ഞാൻ പോലീസിനെ അറിയിക്കും. ഞാൻ കാണാത്ത പോലീസോ? നീ ചെന്ന് പറ. അത് കഴിഞ്ഞു മതി ഇനി സംസാരം. ഒന്ന് പറയോ, എന്റെ കുഞ്ഞിനെ ഉപദ്രവിക്കരുത്. നടക്കില്ല. പുറത്തെങ്ങാനും വെച്ച് നിന്നെ കണ്ട നിന്റെ 6 അടി പൊക്കത്തിൽ ടിപ്പർ ലോറി കയറ്റി ഇറക്കും ഞാൻ. ഓർത്തോ? എന്താടി, ക്ഷീണിച്ചു പോയോ? ഒരു വെള്ളം പോലും കുടിച്ചിട്ടില്ല ഞാൻ. അതിനെന്താ? നിനക്ക് എന്താ വേണ്ടത്? ഞാൻ വാങ്ങിച്ചു തരാം. പൊരിച്ച കോഴിയും ചപ്പാത്തിയും മതിയോ? ഒരു കോഴിയെ നിർത്തിപ്പൊടിച്ചിക്ക് തന്നാലോ? അതിന്റെ കൂടെ നിനക്ക് എന്താ വേണ്ടേ? ആട്ടിൻ സൂപ്പ് ആയാലോ? എന്താടി മിണ്ടാ നിൽക്കുന്നേ? വാർത്ത പറയണി. കളിയാക്കുവാണെന്ന് മനസ്സിലായ പിന്നെ മിണ്ടായിരിക്കുന്നതല്ലേ നല്ലത്. കളിയാക്കിയാൽ നിനക്ക് ദേഷ്യം വരുമോ? നീ എന്നെ തല്ലുവോ? എന്തിനാ എന്നോടിങ്ങനെ? ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തേ? നിങ്ങളോ? സാറിന് വിളിക്കടി. വിളിക്കാൻ. സാറേ, എന്നാ ഇനി നല്ല കുട്ടിയായിട്ട് പറ. നീ ഇതുവരെ എത്ര കുട്ടികളെ തട്ടിയെടുത്തിട്ടുണ്ട്? നീ അധോലോക സംഘത്തിന്റെ ആളല്ലേ? സാർ എന്തൊക്കെയാ ഈ ചോദിക്കുന്നത്? അധോലോകം എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ ഞാൻ. എന്ന് വെച്ചാ എന്താ? പൊട്ടം കളിച്ച നിന്റെ പള്ളക്ക് മുട്ടുകാരിയാൻ കേറ്റും. നിനക്കറിയില്ല അല്ലേടി? അറിയാം, എനിക്കെല്ലാം അറിയാം. ദാവൂദ് ഇബ്രാഹിം എന്ന് പറഞ്ഞ ആരാ? ഞാനാ. ചോട്ടാ രാജനും ഞാനാ. ഈ 2 പേരെ എനിക്കറിയാവൂ. ഇനി സാറിന് ഞാൻ ആരുടെയെങ്കിലും പേരിൽ അറിയപ്പെടണമെങ്കിൽ പറ. അവരൊക്കെ ഞാനാണെന്ന് സമ്മതിക്കാം. അരവിന്ദാക്ഷ, തന്റെ ഈ വിളച്ചിലൊന്നും എന്റെ അടുത്ത് വേണ്ട. സത്യം പറ, തനിക്ക് പ്രത്യക്ഷമായോ പരോക്ഷമായോ ഈ തട്ടിക്കൊണ്ടുപോകലിൽ ബന്ധമില്ലേ? ഇല്ലാന്ന് ഞാൻ പറയുന്നതാണ് സത്യം. സാറിന് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കേ. അംബികയും കുഞ്ഞും മകന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി കിട്ടണമെന്ന് താൻ ആഗ്രഹിച്ചിട്ടില്ലേ? ആഗ്രഹിച്ചിട്ടൊക്കെയുണ്ട്. ഞാൻ പണം പലിശയ്ക്ക് കൊടുക്കുന്ന ആളാ. എന്റെ മോന് ശ്രീധരം കിട്ടാത്തതില് എനിക്ക് പ്രയാസം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണോ താൻ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്? കുട്ടിയെ തട്ടിക്കൊണ്ടുപോയാൽ ശ്രീധരൻ കിട്ടുമോ സാറേ? ഞാൻ അറിഞ്ഞോ അറിയാതെയോ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയിട്ടില്ല. സത്യത്തെ എനിക്ക് തട്ടിക്കൊണ്ടുപോകാൻ അറിയില്ല. വ്യക്തിയോട് ചേർത്ത് നിർത്തി 4 എണ്ണം തന്നാലുണ്ടല്ലോ, താൻ സത്യം പറയും. അതെനിക്ക് അറിയാമേലഞ്ഞിട്ടല്ല. മനസ്സിലായി? 4 ഇടി എന്തിനാ? പൂമ്പ് നോക്കി ഒരൊറ്റ ഇടി കിട്ടിയാ മതി. സത്യം പറയേണ്ടി വരില്ല, പെട്ടി വാങ്ങിക്കേണ്ടി വരും സാറ്. അതുകൊണ്ട് ഇടിക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ ഒരു വാക്ക് സാർ എന്നോട് പറഞ്ഞാൽ മതി. വേൾഡ് ട്രേഡ് സെന്ററിലെ വിമാനം ഇടിച്ച് കയറ്റിയത് ഞാനാണെന്ന് അങ്ങ് സമ്മതിക്കാം. വേണു, ഇനി എന്ത് ചെയ്യും അർജുന? ആ കുട്ടിയുടെ കാര്യത്തിൽ നീ ഇത്ര സീരിയസ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. വെറുപ്പായിരുന്നു, പക്ഷെ അതിപ്പോ ഇല്ല. എന്നുവെച്ചാ സ്നേഹിച്ചു തുടങ്ങിയെന്നല്ലേ? ആയിരിക്കാം. അവൾക്കിനി എന്ത് സംഭവിക്കും അർജുന? നമ്മളോടുള്ള ദേഷ്യത്തിന് ഹരിസ്വാമി അവളെ കൊന്നുകളയോ അർജുന? ഏയ്, ഒരു കുഞ്ഞിനെ കൊല്ലാൻ മാത്രം മനസ്സുണ്ടാവൂ? ഉണ്ടാവും. ദയയും സഹതാപൊന്നും ഇല്ലാത്തവരെ രാജേന്ദ്ര സേട്ട് കൂടെ നിർത്തും. ഈ ഹരിസ്വാമി അത്തരത്തിലൊരാളാ. തെളിവ് നശിപ്പിക്കാനും പിടിക്കപ്പെടാതിരിക്കാനും
കുഞ്ഞിനെ അവരെന്തും ചെയ്യും. നമ്മൾ അവന്റെ കാല് പിടിക്കണമായിരുന്നു വേണു. അതുകൊണ്ട് കാര്യമൊന്നുമില്ല. നീ പ്രതികരിച്ചുകൊണ്ട് ചെറിയൊരു പേടിയെങ്കിലും ഉണ്ടാവും. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെന്ന് പിടിച്ചിറക്കി രണ്ടെണ്ണം പൊട്ടിച്ചാലോ? അതുകൊണ്ട് എന്താ കാര്യം? കുഞ്ഞിനെ എവിടെ ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. അപകടപ്പെടുത്തുമെന്ന് കണ്ട കുഞ്ഞിനെ വെച്ചായിരിക്കും അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുക. അത് കൂടുതൽ ആപത്താ. പിന്നെന്ത് ചെയ്യും? നീ പറഞ്ഞ പോലെ പോലീസിൽ അറിയിക്കുക മാത്രമാണ് ഒരു പോംവഴി. പോലീസിൽ അറിയിച്ചാൽ ആദ്യം പിടിക്കപ്പെടുന്നത് നമ്മളായിരിക്കില്ലേ? മൈനയെ കടത്താൻ ശ്രമിച്ചത് മുതൽ മുഴുവൻ കാര്യങ്ങൾ പോലീസ് അറിയുമ്പോൾ അകത്ത് പോയില്ലേ നമ്മള്? അങ്ങനെ സംഭവിക്കരുത് അർജുന. തട്ടിക്കൊണ്ടു പോകപ്പെട്ട കുട്ടിയുടെ അച്ഛൻ, അതായത് ഗോപികയുടെ അച്ഛൻ ഞാനാണ്. എനിക്ക് തട്ടിക്കൊണ്ടുപോയവർ ഫോൺ ചെയ്യുന്നു. 1 കോടി രൂപ എന്നാല് കുട്ടി വിട്ടുതരാമെന്ന് പറയുന്നു. ഞാനത് സമ്മതിക്കുന്നു. ചെല്ലാനുള്ള സ്ഥലം അവരെനിക്ക് പറഞ്ഞു തരുന്നു. അല്ലാതെ അവരാരാണെന്നോ അവരുടെ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പരാതി പോലീസിൽ പറഞ്ഞാലോ? കുഴപ്പമാവില്ലല്ലോ. ആകുന്നെങ്കിൽ ആവട്ടെ. ഇതല്ലാതെ മറ്റൊരു പ്രതിവിധിയില്ല. കുഞ്ഞിനെ രക്ഷിക്കാനുള്ള അവസാനത്തെ ശ്രമ. ഇങ്ങനെയെങ്കിലും ചെയ്തൊന്ന് സമാധാനിക്കല്ലോ. രക്ഷപ്പെടുമെങ്കിൽ രക്ഷപ്പെടട്ടെ. ഞാൻ വരണോ കൂടെ? വേണ്ട. നിനക്കിതുമായിട്ട് യാതൊരു ബന്ധമുള്ളതായിട്ട് തോന്നണ്ട. കുഞ്ഞിന്റെ അച്ഛനെ ഫോണിൽ വിളിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. അങ്ങനെ ഈ പോലീസിന് തോന്നാവൂ. ഞാൻ ഒറ്റയ്ക്ക് പോയിക്കൊള്ളാം. സർ, അന്വേഷിക്കാവുന്ന രീതിയിലൊക്കെ ഞാൻ അന്വേഷിച്ചു. പോലീസിന്റെ ഭാഗത്തുനിന്ന് സാറും അന്വേഷിച്ചു. സകലയിടത്തേക്ക് മെസ്സേജ് പാസ് ചെയ്തു. ഒരറിവുമില്ല. എന്താ സർ ഇതിന്റെ അർത്ഥം? ഞാൻ മുമ്പ് പറഞ്ഞില്ലേ സിദ്ധാർത്ഥ, വൈരാഗ്യത്തോടെ കൊണ്ടുപോയതല്ലെങ്കിൽ പിന്നെ യെസ്, കണ്ടുപിടിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ കൊണ്ടുപോയിട്ടുണ്ടാവും, കേരളം വിട്ട് അല്ലെങ്കിൽ രാജ്യം വിട്ട്, അല്ലേ? ഒരു സാധ്യത മാത്രമാണത്. ഇവിടെ ഈ സിറ്റിയിൽ പോലും ക്രിമിനൽസിന്റെ ഒളിത്താവളങ്ങളുണ്ട്. ചില ഏരിയകളിൽ ഇപ്പോഴും പോലീസിന് കടന്നു ചെല്ലാനേ പറ്റില്ല. അങ്ങനെ ഏതെങ്കിലും സ്ഥലങ്ങളാവാനും മതി. സർ, എങ്കിൽ നമുക്ക് കാര്യങ്ങൾ മീഡിയയിൽ അറിയിക്കണം. നാളെ തന്നെ പത്രത്തിലും ടി വിയിലൊക്കെ കുട്ടിയുടെ ഫോട്ടോ സഹിതം വരട്ടെ. ചിലപ്പോ ആരെങ്കിലും തിരിച്ചറിഞ്ഞാലോ? അതുകൂടി ശ്രമിക്കാം സിദ്ധാർത്ഥ. ഭാഗ്യത്തിന് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാലോ? നോക്കാം. എനിക്ക് എന്റെ മോളെ തിരിച്ചു കിട്ടോ സിദ്ധുവേട്ട? കിട്ടുമെന്ന് തന്നെ ചിന്തിക്കണം. അങ്ങനെ ഒരു പോസിറ്റീവ് മൈൻഡ് ഉണ്ടാക്കണം. നീ പോലീസുകാരെന്ത് പറഞ്ഞു? അവരന്വേഷിക്കുന്നുണ്ട്. വേണുവിന്റെ അച്ഛനും ഗീതുവിനും ഒന്നും പങ്കുണ്ടാവാൻ സാധ്യതയില്ലെന്നാ എസ് ഐ പറയുന്നത്. മോളെ കൊണ്ടുപോയിരിക്കുന്നത് മറ്റാരോ ആണ്. ആര്? എന്തിനാ എന്റെ മോളെ മാത്രം ഇങ്ങനെ? അതറിയില്ല. ഒക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നാളെ നമ്മൾ കുട്ടിയുടെ ഫോട്ടോ സഹിതം പത്രത്തിലും ടി വിയിലൊക്കെ കൊടുക്കുന്നുണ്ട്. ആരെങ്കിലും കണ്ട് തിരിച്ചറിയാതിരിക്കില്ല. പോലീസ് സ്റ്റേഷനിലെ നമ്പറും എന്റെ പേഴ്സണൽ നമ്പറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അമ്പികയെ, നീ നോക്കിക്കോ. മോളെ കണ്ട ആരുടെയെങ്കിലും ഒരാളുടെ ഫോൺ കോൾ വരും. എന്റെ മനസ്സങ്ങനെ പറയുന്നുണ്ട്. പിന്നെ നീ കുറച്ചുകൂടെ ധൈര്യം കാണിക്കണം. കുറെ കരഞ്ഞു എന്ന് കരുതി മോളെ തിരിച്ചു കിട്ടുമോ? ഇല്ല, ധൈര്യമായിട്ടിരിക്കാൻ ഞാൻ. എന്റെ മോളെ തിരിച്ചു കിട്ടും. മാനസ, എന്താ നീ എന്താ കിടക്കാത്തെ? എന്തു പറ്റി? സിദ്ധു ഇതുവരെ വന്നില്ലല്ലോ. അവൻ വന്നിട്ട് കിടക്കാൻ നിൽക്കണോ നീ? അവൻ ഇന്ന് വന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? വരാതിരിക്കോ? എങ്ങനെ അറിയാം? പെങ്ങളുടെ കുഞ്ഞിനെ അന്വേഷിച്ച് നടക്കുകയാണെങ്കിലോ? വരില്ലെങ്കിൽ മൊബൈലല്ലേ കയ്യിലുള്ളത്? ഒന്ന് വിളിച്ച് പറഞ്ഞൂടെ? ഞാൻ കാത്തിരിക്കുമെന്ന് അറിയാവുന്നതല്ലേ? വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ആണുങ്ങൾ വേറൊരു ലോകത്താ. പിന്നെ വീട്ടിൽ തിരിച്ചു വരുമ്പോഴാ അവര് ഭാര്യയും കുട്ടികളെയും കുറിച്ച് ആലോചിക്കുന്നത്. എന്റെ ജീവിതാനുഭവം അത്. എപ്പോഴെങ്കിലും ഒന്ന് ഫോൺ ചെയ്താൽ കാര്യം പറഞ്ഞിട്ട് കട്ട് ചെയ്യാൻ ധൃതിയാ. ഹരിയേട്ടൻ തന്നെയാ സിദ്ധാർത്ഥൻ. ഇവരെ പോലെ തന്നെയാ സകല ആണുങ്ങളും. എല്ലാവരെയും പോലെയൊന്നും അല്ല സിദ്ധാർത്ഥൻ. വഴക്കുണ്ടാക്കില്ല, ബഹളം വെക്കില്ല. എന്ത് പറഞ്ഞാലും സിദ്ധുവിനെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ സാധിച്ചു തരും. പക്ഷേ
സ്നേഹം മാത്രം അങ്ങനെ പിടിച്ചു വാങ്ങാൻ പറ്റുന്നതാണോ? ഇപ്പൊ പിന്നെ കുട്ടിയെ കാണാത്തോണ്ട് അന്ന് വെക്കാം. അല്ലെങ്കിലും സിദ്ധുവിന് അനിയത്തി കഴിഞ്ഞിട്ടേ ഉള്ളൂ ഭാര്യ. അമ്പയ്ക്ക് വേണ്ടി പ്രാണം വരെ കളയും. പണ്ടിവിടെ ഞാനും ഇത് പറയുമായിരുന്നു. എന്നേക്കാൾ ഹരിക്കിഷ്ടം നിന്നെയും മൈനയാണെന്ന്. അപ്പോ ആരും അത് സമ്മതിച്ചു തന്നില്ല. പിന്നെ പലതവണ പല ദിവസങ്ങളിൽ ഞാനിത് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു. അന്നൊക്കെ ഇവിടെ വഴക്കമുണ്ടായി. ആ വഴക്കിനൊക്കെ മുൻപന്തിയിൽ നിന്നത് നീയായിരുന്നു. ഓർമ്മയുണ്ടോ? ഉണ്ട്. അന്ന് എനിക്കറിയില്ലായിരുന്നു ഒരു ഭാര്യയുടെ സങ്കടങ്ങളും ആഗ്രഹങ്ങളും. മനസ്സേ, കല്യാണം കഴിഞ്ഞ് ഭർത്താവുമായിട്ട് ജീവിതം തുടങ്ങിക്കഴിഞ്ഞ പിന്നെ നമ്മൾ പെണ്ണുങ്ങൾക്ക് അച്ഛനെയും അമ്മയും ബന്ധുക്കളെക്കാളും ഒക്കെ ഇഷ്ടം ഭർത്താവിനോടായിരിക്കും. അപ്പൊ തിരിച്ചും അങ്ങനെ തന്നെ ആവണമെന്ന് നമ്മളും ആഗ്രഹിക്കും. പക്ഷേ ഒരിക്കലും നടക്കാത്ത കാര്യം അത്. ആണുങ്ങൾ ഭർത്താവായാലും രക്തബന്ധങ്ങൾ കളഞ്ഞു പോരില്ല. മനസ്സേ, കല്യാണം കഴിഞ്ഞ് ഭർത്താവുമായിട്ട് ജീവിതം തുടങ്ങിക്കഴിഞ്ഞ പിന്നെ നമ്മൾ പെണ്ണുങ്ങൾക്ക് അച്ഛനെയും അമ്മയും ബന്ധുക്കളെക്കാളും ഒക്കെ ഇഷ്ടം ഭർത്താവിനോടായിരിക്കും. അപ്പൊ തിരിച്ചും അങ്ങനെ തന്നെ ആവണമെന്ന് നമ്മളും ആഗ്രഹിക്കും. പക്ഷേ ഒരിക്കലും നടക്കാത്ത കാര്യം അത്. ആണുങ്ങൾ ഭർത്താവായാലും രക്തബന്ധങ്ങൾ കളഞ്ഞു പോരില്ല. അങ്ങനെ പോരുന്നവരൊക്കെ ഉണ്ട്. ഉണ്ടാവും. എന്നാലും നമ്മൾ സ്നേഹിക്കുന്ന അത്ര നമ്മളെ തിരിച്ച് സ്നേഹിക്കാൻ അവർക്ക് കഴിയില്ല. എന്നുവെച്ച് അതോർത്ത് നീ സങ്കടപ്പെടണ്ട. സിദ്ധാർത്ഥന്റെ സ്വഭാവം ഇങ്ങനെയാണെന്ന് ഒരു തിരിച്ചറിവുണ്ടാക്കുക. പിന്നെ അതിനോടങ്ങ് പൊരുത്തപ്പെട്ടു പോയിക്കോളും. ഒരുപാടൊന്നും പ്രതീക്ഷിക്കണ്ട അല്ലേ ഗൗരിജി? ഒന്നും പ്രതീക്ഷിക്കാതിരുന്നാൽ കിട്ടുന്നത് സ്വർഗമായിട്ട് തോന്നും. നീ പോയി കിടക്ക്, അവൻ വരുമ്പോ വരട്ടെ. ഇല്ലാതാകൂ. സുഗന്ധി, ഇത് തലയെ പിടിച്ചുലയ്ക്കുന്ന ശ്രമാഗതമായ ഒരു വൈബ്രേഷനാണ്. മെന്റൽ പേഷ്യന്റിന്, പ്രത്യേകിച്ചും വയലന്റ് ആയവർക്ക് ഇതിന്റെ ചെറിയൊരു ഡോസ് കൊടുക്കാറുണ്ട്. നമ്മൾ ഈ കൊടുക്കുന്ന അളവ് ഓർമ്മകളുടെ കോശങ്ങളെ ഭിന്നിപ്പിക്കുന്നതാണ്. ഇത് കഴിഞ്ഞ് ചെറിയൊരു ഇഞ്ചക്ഷൻ കൂടി, അത് മെമ്മറിയെ തീർത്തും ഇല്ലാതാക്കും. വഴക്ക് പറയണ്ട, സാരമില്ല കേട്ടോ മോളെ. ഒരു 10 മിനിറ്റ് കഴിയുമ്പോ വേദന കൊണ്ട് ബോധം കിട്ടുപോയിക്കൊള്ളും. പിന്നീട് എഴുന്നേൽക്കുമ്പോ ഏത് ലോകത്താണെന്നോ എന്താ സംഭവിക്കുന്നതെന്നോ തിരിച്ചറിയാൻ പറ്റില്ല. വേണമെങ്കിൽ കണ്ണടച്ചോ. തിരിച്ചറിവില്ലാത്തൊരു ലോകത്തിലേക്ക് പറഞ്ഞുവിടാം അങ്കിള്. എന്റെ മോള അർജുന, ഗോപി എന്റെ സ്വന്തം മോള. മനസ്സാ വാച കർമ്മണ അമ്പി ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് മുഴുവൻ എന്റെയാ. വേണു, തെറ്റ് ഞാനും ചെയ്തിട്ടുണ്ട്. കുറച്ചൊന്നല്ല, ഒരുപാട്. പക്ഷേ ചതിച്ചിട്ടില്ല. കെട്ടാൻ ഒരു പെണ്ണിനും വാക്ക് കൊടുത്തിട്ടില്ല, കൊടുക്കേണ്ടി വന്നിട്ടില്ല. അന്യന്റെ ഭാര്യമാർക്ക് നമ്മൾ വാക്ക് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഒക്കെ ഒരു സെറ്റപ്പ് അല്ലേ? എപ്പോഴൊക്കെയാ കുഞ്ഞിനെ ഞാൻ സ്നേഹിച്ചു തുടങ്ങിയിരുന്നു അർജുന. അമ്പയൊന്ന് ഇംപ്രസ് ചെയ്യാൻ കളിയായിട്ട് കാണിച്ച സ്നേഹ, അത് പിന്നെ കുറേശ്ശെ കാര്യമായിട്ട് വന്നു. ഈ കുഞ്ഞുങ്ങള് ഒരു വല്ലാത്ത സംഭവം അർജുന. നിനക്കുണ്ടാവുമ്പോഴല്ലേ നിനക്കതറിയാൻ പറ്റൂ. എന്റെ ഷേപ്പിൽ 1-2 പിള്ളേരുണ്ട്, നല്ല കൊച്ചമ്മമാർക്ക്. ഒന്ന് കൊല്ലത്തും ഒന്നിവിടെ വെഞ്ഞാറ് മൂടും. പക്ഷെ
അവളുമാര് ജന്മം ചെയ്താ സമ്മതിക്കില്ല. ചോദിച്ചപ്പോ ഒന്ന് പോടാ കളത്തെമ്മാടിന്ന. അച്ഛനാ എന്നിങ്ങനെ ഒരു കച്ചവടക്കണ്ണോട് വളർത്തിയത്. എല്ലാ ബന്ധങ്ങളും കാശുകൊണ്ട് തിളച്ചിട്ടു. അർജുന, സത്യം പറഞ്ഞ ഞാൻ ഇതുവരെ ആരെയും സ്നേഹിച്ചിട്ടില്ല. ഇനി സ്നേഹിക്കാനായിട്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ എന്നെ സ്നേഹിച്ചിട്ടുണ്ട്. അമ്മ, അംബിക, കുട്ടി, അങ്ങനെ ഒരുപാട് പേര്. നേരെ തിരിച്ച എന്റെ അനുഭവം. ഞാൻ എല്ലാവരെയും സ്നേഹിച്ചു. എന്റെ ചേച്ചി ഒഴിച്ച് ബാക്കി ആരും എന്നെ സ്നേഹിച്ചിട്ടില്ല. മൈന എനിക്ക് എന്റെ ജീവനായിരുന്നു. പക്ഷേ അവള് പുഴുത്ത പട്ടിയെ പോലെ എന്നെ വലിച്ചെറിഞ്ഞു. പിന്നെ സ്നേഹം തേടിയൊരു പോക്കായിരുന്നു ഞാൻ. പലരും സ്നേഹം തന്നു, സ്ഥിരമായിട്ടല്ലെന്ന് മാത്രം. ഇനി എനിക്കൊരാളെ വേണം സ്ഥിരമായിട്ട് സ്നേഹിക്കാൻ. എനിക്കൊന്നും വേണ്ട. ഒരു പ്രാർത്ഥനയുള്ളൂ. അമ്പയുടെ കുഞ്ഞിന് എന്റെ മോക്കൊന്നും സംഭവിക്കാതിരുന്നാ മതി. അവള് ജീവനോടുണ്ടായിരുന്നാ മതി.